EDയുടെ മുന്നിൽ ഒരക്ഷരം പോലും മറുത്തു പറയാനില്ലാതെയാണ് വീണ ഇരുന്നിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ജയിലുറപ്പിക്കുന്ന പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. അല്ല, എനിക്കതിന് തോന്നിയത് ഇപ്പോൾ വീണയുടെ 3 പ്രാവശ്യത്തെ വീണയെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഇനി 4ാമത്തെ പ്രാവശ്യമാണ് 29 തീയതി നടക്കാൻ വേണ്ടി പോവുക. ഈ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4ാമത്തേൽ വിളിക്കാനും കാരണം വീണയുടെ മൊഴികളിലുണ്ടായിരുന്ന മൊഴി വ്യത്യാസങ്ങളാണ്. ഈ മൊഴികൾ ആദ്യത്തെ ഒരു ഇതിൽ അവർ പറഞ്ഞിരുന്നു എനിക്ക് ലോക്കറൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. വളരെ അഭിമാനത്തോടെ പറഞ്ഞ് എനിക്ക് ലോക്കറൊന്നും ഇല്ല, അതിന് താക്കോലൊന്നും എൻ്റെ കൈവശമില്ല, അതിലെന്തൊക്കെ ഇരിക്കുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ SFIO ഇത് കണ്ടുപിടിച്ച സമയത്ത് ഇവർക്ക് ലോക്കറുണ്ടെന്നും ആ ലോക്കറിന് ഇവർ ലോക്കറിൻ്റെ ഫീസ് ഇവർ അടച്ചതിൻ്റെയും കൃത്യമായിട്ട് രേഖ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്കർ ഇവർക്കുണ്ട്. ആ ലോക്കറിൽ ഇവർ വയ്ക്കുന്നത് എന്തൊക്കെയാണ്? ലോക്കറിൽ ഇവർ ഡോക്യുമെന്റ്സ് മാത്രമല്ല, ഗോൾഡ് മാത്രമൊന്നുമല്ല വയ്ക്കുക, അതിനകത്ത് ഇവർ ഡോക്യുമെന്റ്സ് വെക്കുന്നുണ്ട്. ഇവരുടെ ഇവരെ സീമാർ ഇവരായിട്ടുള്ള ബന്ധത്തേക്ക് സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലോക്കറിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ വലിയൊരു അന്വേഷണം വരുന്നത്.